ഹായ് എല്ലാ കൂട്ടുകാർക്കും ഓൾ സൊല്യൂഷൻ പോർട്ടൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധീർ കബീർ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളിവിടെ വാട്സപ്പ് ബാൻ ആവുന്നതിനെയും മറ്റുമൊക്കെ നമ്മൾ 2-3 വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് നമ്മൾ അതിന്റെ മറുപടികളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഇത് എന്തുകൊണ്ടാണ്, ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പല കൂട്ടുകാരും ഇതിന്റെ റീസൺസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ വാട്സപ്പ് ബാൻ ആവാനുള്ള റീസണുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ വാട്സപ്പ് ബാൻ ആവാനുള്ള റീസണുകൾ. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ വാട്സാപ്പ് സ്ഥിരമായിട്ട് പല കൂട്ടുകാർക്കും ബാൻ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. എന്റെ തന്നെ ഒരു സുഹൃത്ത് 5ഓളം നമ്പറുകൾ ബാൻ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ റീസൺ എന്താണ് എന്ന് ഞാൻ സ്റ്റഡി ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. ഈ ഒരു പ്രധാന കാരണം നമുക്ക് അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്റ്റിൽ നമ്മുടെ നമ്പർ സേവ് ചെയ്യാത്ത സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ മെസ്സേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ എന്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്തിട്ടില്ല എന്ന് വയ്ക്കുക. ആ സമയത്ത് നിങ്ങൾ എനിക്കൊരു ഹായ് അയക്കുകയാണ്. ഈ ഹായ് അയക്കുന്ന സമയത്ത് ബ്ലോക്ക്, റിപ്പോർട്ട് ആൻഡ് ബ്ലോക്ക്, ഡിസ്മിസ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസും ആ ഒരു ഹായും കൂടിയാണ് എന്റെ ഫോണിലേക്ക്, എന്റെ വാട്സാപ്പിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ സമയത്ത് ഞാൻ റിപ്പോർട്ട് ആൻഡ് ബ്ലോക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫീഡ്ബാക്ക്, ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റിപ്പോർട്ട് അടിച്ചു എന്നുള്ള ഈ ഒരു നമ്പറിന്റെ ഫീഡ്ബാക്ക് വാട്സാപ്പിന്റെ സെർവറിലേക്ക് സെൻഡ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ നിരവധി ആളുകൾ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആളുകൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ നമ്പർ റിപ്പോർട്ട് ആൻഡ് ബ്ലോക്ക് അടിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ തന്നെ വാട്സാപ്പ് ബാൻ ആവാനുള്ള ഒരു സാധ്യതയാണ്. രണ്ടാമത്തെ ചാൻസ്, നിങ്ങൾ നിരവധി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക, പുതിയതായിട്ട് നിരവധി ഗ്രൂപ്പുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ നമ്പർ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാം. ഇനി മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് അറിയാവുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ടുള്ള ആളുകളെ ഒരുപാട് പേരെ നമ്മൾ ആഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഫോണിൽ കുറെ കോൺടാക്ട്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവരെയൊക്കെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോണുകളിൽ നമ്മുടെ കോൺടാക്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ആ സമയത്ത് അവർ നോക്കുമ്പോൾ ഒരു പുതിയൊരു നമ്പർ നമ്മളെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മളാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം, പക്ഷെ അവർക്കറിയില്ല ഇത് ആരാണ് ആഡ് ചെയ്തതെന്ന്. അവരുടെ ഫോണിൽ ഈ കോൺടാക്ട് ഇല്ലാത്ത സമയത്ത് അവർ നോർമലി ഈ റിപ്പോർട്ട് ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകും. ആ സമയത്തും നമുക്ക് ബാൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ പ്രധാനമായും 3 കാരണങ്ങളാണ് ഇതിനുള്ളത്. ഇനി 4ാമതൊരു കാരണം കൂടിയുണ്ട്. അതുകൊണ്ടാണ് വാട്സാപ്പിന്റെ GB വാട്സാപ്പ്, FM വാട്സാപ്പ് ഒക്കെ ബാൻ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത്. 4ാമത്തെ കാരണം മൾട്ടിപ്പിൾ മെസ്സേജ് സെൻഡിങ് ആണ്. അതായത് വാട്സാപ്പിന്റെ ഒരു പോളിസി അനുസരിച്ചിട്ട് 5 നമ്പറിലേക്കാണ് ഒരു സമയം നമുക്ക് 5 നമ്പറോ അല്ലെങ്കിൽ 5 ഗ്രൂപ്പോ അല്ലെങ്കിൽ 5 ബ്രോഡ്കാസ്റ്റോ അങ്ങനെയാണ് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുക. പക്ഷെ GB വാട്സാപ്പ്, FM വാട്സാപ്പ് എന്നൊക്കെ പറയുന്ന മോഡേൺ വാട്സാപ്പുകളിൽ നമുക്ക് നിരവധി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ നിരവധി വ്യക്തികൾക്കും ഒക്കെ നമുക്ക് മെസ്സേജ് അറ്റ് എ ടൈം അയക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതും ഒരു പോസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാം. ആ ഒരുപാട് പേർക്ക് ഒരേ സമയം തന്നെ മെസ്സേജ് അയക്കുന്ന ആ ഒരു ഫീച്ചർ ഈ ആപ്പുകളിൽ ഉള്ളത് കൊണ്ടാവാം ആ ആപ്പുകൾ യൂസ് ചെയ്യുന്നവരെയും കുറച്ച് പേരെ ബാൻ ചെയ്തിട്ട് എനിക്ക് ഓൾറെഡി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ 1-2 സുഹൃത്തുക്കൾ എന്നെ ഓൾറെഡി അറിയിച്ചിരുന്നു അവർ യൂസ് ചെയ്യുന്ന GB വാട്സാപ്പിൽ, FM വാട്സാപ്പിലൊക്കെ ഇതുപോലെ ബാൻ കിട്ടിയെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് FM വാട്സാപ്പും GB വാട്സാപ്പും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് മാറാൻ വേണ്ടി എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലെത്തി ആലോചിക്കുക. നിങ്ങൾക്ക് ഇതിന്റെ അകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മാക്സിമം നിങ്ങൾ നമ്പർ ഇങ്ങോട്ട് മെസ്സേജ് വന്നാലല്ലാതെ അങ്ങോട്ട് ഹായ് പോലും അയക്കാതിരിക്കുക. ടെലഗ്രാമിലൊക്കെ ഓൾറെഡി ഈ ഫീച്ചർ ഉള്ളതാണ്. 7 ദിവസത്തോളമാണ് ടെലഗ്രാമിന്റെയൊക്കെ ഫസ്റ്റ് ടൈം നമുക്ക് ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാൽ 7 ദിവസത്തോളം നമുക്ക് പബ്ലിക് ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയക്കാനോ അതുപോലെ തന്നെ പേഴ്സണൽ കോൺടാക്റ്റുകൾ മെസ്സേജ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് വരും. മ്യൂച്വൽ കോൺടാക്റ്റുകൾ മാത്രമേ നമുക്ക് ആ സമയത്ത് അത് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പുകളിൽ മാത്രമേ മെസ്സേജ് ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ ടെലഗ്രാമിൽ ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സ് ആണ്. വാട്സാപ്പും അതേ ചോട് പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് വാട്സാപ്പിനെ ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്കൊക്കെ വാട്സാപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഇതുപോലെ നിങ്ങളിലേക്ക് ഈ വീഡിയോ ലിങ്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാനും നമുക്ക് ഈ ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകൾക്കും എല്ലാം തന്നെ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്യാൻ ജസ്റ്റ് ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്നും ഞാൻ സൈനിങ് ഓഫ്, സുധീർ കബീർ.